പ്രിയ സഹോദരങ്ങൾ, ദീനാണെന്ന് പറഞ്ഞ് എന്നെയോ നിങ്ങളെയോ ഒരാൾ വഞ്ചിക്കരുത്. ബാക്കി എന്തിൻ്റെ പേരിൽ വഞ്ചിച്ചാലും അതേക്കാൾ അപകടമാണെന്ത്? വ്യാജ ദീൻ പറഞ്ഞ ഒരാൾ ഇതാണ് ഹക്ക് എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ പറ്റിക്കുക. ദുനിയാവിൽ നമ്മളൊരാളെ വഞ്ചിച്ചാൽ പരലോകത്ത് അൽഹംദുലില്ലാ നമുക്ക് ലാഭമാണ്. അള്ളാഹു പകരം വാങ്ങിച്ചു തരാതെ ഒരാളെ റബ്ബ് വിടാൻ പോകുന്നില്ല. ഒരു റിയാലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരാളെ വഞ്ചിച്ചു നോട്ടിക്കും. നിങ്ങളൊരാൾ പറ്റിച്ചു, വഞ്ചിച്ചു, റബ്ബ് വിടാൻ പോകുന്നില്ല. ഇൻഷാ അള്ളാഹ് ലാഭം തന്നെയാണ്. കാരണം പരലോകത്ത് ഇത് നീക്കി വെക്കപ്പെട്ടാൽ പിന്നെ ഹസനാത്തും സയ്യാത്തും വെച്ചിട്ടാണ് മാറുക. അവൻ്റെ നന്മ നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ നമ്മുടെ തിന്മ, അവൻ്റെ മക്കൾ നന്മ ഒന്നുമില്ലെങ്കിൽ തിന്മ അങ്ങോട്ട് അവൻ്റെ തലയിൽ കെട്ടിവെക്കപ്പെടും. ഇതാണ് ദുനിയാവിൽ നമ്മൾ പറ്റിക്കപ്പെട്ട ആളെ സ്ഥിതി. ദീൻ്റെ കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ടാൽ സുബ്ഹാനല്ലാഹ് നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. പിഴച്ചവനും പരലോകത്തെ നഷ്ടത്തിനാണ്. അതുകൊണ്ട് വ്യാജം പറഞ്ഞിട്ട് ഒരാൾ ഇതാണ് യഥാർത്ഥ ദീൻ എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിക്കരുത്. അതിന് ആദ്യം വേണ്ട കാര്യങ്ങളിലൊന്നാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, പഠിക്കുക, യഥാർത്ഥ ദീൻ പഠിക്കുക. യഥാർത്ഥ ദീൻ പറയുന്നവർക്കും യഥാർത്ഥ ദീനിനും അടയാളമുണ്ട്. അള്ളാഹു അതിന് അടയാളം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനു മുകളിൽ അള്ളാഹു ഒരു പ്രകാശം നിശ്ചയിച്ചിട്ടുണ്ട്. മസീഹു ദജ്ജാലിൻ്റെ നെറ്റിയിൽ കാഫിർ എന്ന് ഉണ്ടാകും. എഴുത്തറിയുന്ന മുഅ്മിനും അല്ലാത്തവനത് വായിക്കും. എന്നാൽ ഹക്കും ബാത്തിലും ഇൻഷാ അള്ളാഹു അത് വ്യക്തമാക്കി തരും. ദുനിയാവിലെ പല കാര്യങ്ങളും അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്ന പോലെ. ഒരു നല്ല ഡോക്ടർ ഏതാണ്? ഒരു വ്യാജ ഡോക്ടർ ഏതാണ്? എല്ലാവരും പോയി MBBS പഠിച്ചിട്ടില്ലല്ലോ. യഥാർത്ഥ ഡോക്ടറെയും നല്ല ഡോക്ടറെയും അത്ര കഴിവില്ലാത്ത ഡോക്ടറെയും തിരിച്ചറിയുന്നത് എല്ലാവരും MBBSഉം MD ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണോ? അല്ല. അത് തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട്. ഒരു ചെറിയ പരിശ്രമം നിൻ്റെ ഭാഗത്തുണ്ടായാൽ മനസ്സിലായി. എന്നതുപോലെയാണ് ദീൻ. യഥാർത്ഥ ദീൻ ആരാണ് പറയുന്നത്? ഏതാണ് യഥാർത്ഥ ദീൻ എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ അടയാളങ്ങളുണ്ട്. ആരാണ് ഖാല അല്ലാഹു ഖാല റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്? ദുആ ചെയ്യുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, ദീൻ പഠിക്കുക. എങ്കിലാണ് വഴികേടിൽ നിന്ന് നമുക്ക് ബിദ്അത്തുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ.